പോലും നമുക്കറിയാം ഈ ഒരു കേസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ റോഡിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ എന്താണ് ഒരു തടിയെടുത്ത ഒരാളുടെ തലയടിച്ച് പൊട്ടിച്ച് അല്ലെങ്കിൽ അയാളെ കൊലപ്പെടുത്തുന്നത് പോലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ട് ഒരു കത്തിയെടുത്ത ഒരാളെ കുത്തുന്നത് പോലോ ഈ ഒരു കേസിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം ഇതൊരു വഞ്ചന കൂടി ഇതിൽ എന്തോ ചെയ്തിട്ടുണ്ട്, ഇൻവോൾവ് ആണ്. സ്നേഹം കൊണ്ട് വഞ്ചിച്ചിരിക്കുകയാണ്. സ്നേഹം കൊണ്ടെന്ന് മാത്രം അത് നമുക്കിപ്പോ നമ്മളിപ്പോ ആ ജഡ്ജി ഇപ്പൊ അത് ചൂണ്ടിക്കാണിച്ചു എങ്കിൽ ജഡ്ജിമെന്റിൽ പറഞ്ഞെങ്കിൽ പോലും ഒരു വഞ്ചന കൂടി ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കൃത്യമായി ആസൂത്രണം നടത്തി, കൃത്യമായി അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി, അതിന് കൃത്യമായി എന്ത് ചെയ്യുന്നു, ഗൂഗിൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും അതിന്റെ ഈ പറയുന്ന വിഷക്കൂട്ടുകളൊക്കെ തന്നെ സ്വരൂപിച്ച് കൃത്യമായി വഞ്ചിച്ച്, അതായത് എന്താണ്, കൃത്യമായി സ്നേഹത്തിലൂടെ എന്ത് ചെയ്യുന്നു, ആ കൃത്യമായ കുറ്റകൃത്യം നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, സ്നേഹത്തോടു കൂടി തന്നെ ആ കഷായം അല്ലെങ്കിൽ ഈ പറയുന്ന വിഷപാനീയം കുടിപ്പിച്ച ശേഷം അയാളെ കൊലപ്പെടുത്തുക, അയാളെ കൊല്ലണമെന്ന് മാത്രമായിരുന്നു എന്തുള്ളത് മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷവും എന്ത് ചെയ്യുന്നില്ല, ഈ ആൾ എന്ത് ചെയ്യുന്നില്ല, അവരെ തിരിച്ചറിയുന്നില്ല. ഈ പറയുന്ന മരണക്കിടക്കയിൽ പോലും ഏകദേശം 15 ദിവസത്തോളം എന്ത് ചെയ്യുന്നില്ല, ഒരിടത്തും എന്ത് ചെയ്യപ്പെടുന്നില്ല, ഗ്രീഷ്മയെ പരാമർശിക്കുന്നില്ല, അല്ലെ ഗ്രീഷ്മയ്ക്കെതിരെ ഈ പറഞ്ഞ ഷാരോൺ എന്ത് ചെയ്യുന്നില്ല, ആരോപണം ഉന്നയിക്കുന്നില്ല. കാരണം അവസാന നിമിഷം വരെയും എന്തായിരുന്നു, ഷാരോണിന് ഗ്രീഷ്മയെ എന്തായിരുന്നു, വിശ്വാസമായിരുന്നു. ഒരു വഞ്ചന കൂടി എന്ത് ചെയ്യപ്പെടുന്നു, ഈ കോടതി ഈ കുറ്റകൃത്യത്തിൽ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കണ്ടുകൂടാന്ന് നോക്കില്ല. പക്ഷെ അവിടെയൊക്കെ ഉണ്ടെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുജീവി എന്ന നിലയിൽ നമ്മൾ എന്താണ്, ഈ ഒരു ശിക്ഷാവിധിയെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോഴും അതിനെ മറ്റു ചില വശങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്,